to recruit, train, and hire up to 100,000 skilled trade workers. That'll cost about $6 billion. കൂട്ടുകാരെ, കാനഡയിൽ ട്രേഡ് ജോലികൾക്ക് ഡിമാൻഡ് ഏറുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2028 അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 7 ലക്ഷത്തോളം അധികം ആളുകളാണ് റിട്ടയർമെന്റ് എടുക്കാൻ പോകുന്നത് ട്രേഡ് മേഖലകളിൽ. അതുകൊണ്ട് തന്നെ കാനഡയിലുടനീളം എല്ലാ സ്റ്റേറ്റുകളിലും സ്കിൽഡ് കാറ്റഗറി, ട്രേഡ് കാറ്റഗറിയിൽ ഭയങ്കര അധികം ഷോർട്ടേജ് ആണ്. അതിൽ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ മേഖലകൾ, ട്രാൻസ്പോർട്ടേഷൻ മേഖല, മാനുഫാക്ചറിങ് മേഖല, അതുപോലെ തന്നെ കുക്സ് ആൻഡ് ഷെഫ്, ഈ 4 കാറ്റഗറിയിലാണ് ഇപ്പോൾ കാനഡയിൽ ഏറ്റവും അധികം ഷോർട്ടേജ് അനുഭവിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മിക്ക വീഡിയോകളും സ്ഥിരമായിട്ട് കാണുന്ന ഒരു അങ്കിളുണ്ട്. നമ്മുടെ ഒരു മലയാളി അങ്കിളാണ്. അദ്ദേഹം നീണ്ട വർഷക്കാലം ഇവിടെ കാനഡയിൽ ഒരു പ്രമുഖ കമ്പനിയിൽ ട്രേഡ് മേഖലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഉന്നതമായിട്ടുള്ള സാലറി വാങ്ങിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ ഈ വീഡിയോകളെല്ലാം കാണുന്നതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് എടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൾപ്പെട്ട് നിന്നതായിട്ടുള്ള ആ കമ്പനിയിൽ തന്നെ പുതിയതായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ആളിനെ എടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യനെ അവര് ഒടുവിൽ ഹയർ ചെയ്തു. അതും സ്റ്റാർട്ടിങ് തന്നെ ഹയർ സാലറി വിത്ത് ഓൾ ബെനിഫിറ്റും എല്ലാമായിട്ട്. അദ്ദേഹം അപ്പോൾ പറയുകയായിരുന്നു, ആയിരക്കണക്കിന് ആളുകളെ കാനഡയിലുടനീളം പ്രത്യേകിച്ച് ഈ ട്രേഡ് മേഖലയിൽ ഇപ്പോൾ ആവശ്യമാണ്. അങ്ങനെ ഒരു വീഡിയോ ആളുകളിലേക്ക് നിനക്കൊന്ന് എത്തിക്കാൻ കഴിയുവാണെങ്കിൽ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നല്ലൊരു കാര്യമാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും മിഡിൽ ഈസ്റ്റിലും ഒക്കെയുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കാനഡയിലൊക്കെയുള്ള ആളുകൾ, നമ്മൾ മുമ്പ് പറഞ്ഞ ആ 4 കാറ്റഗറിയിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്നതായിട്ടുള്ള പല സബ് കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് കാർപ്പൻ്റർ, രണ്ടാമതായിട്ട് പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യന്മാർ, അതുപോലെ തന്നെ HVAC എന്ന് പറയുന്നത് ഇതൊരു തണുപ്പ് രാജ്യമാണ്. ഇവിടെ നമുക്കറിയാം എല്ലാ വീടുകളിലും ഫർണസ്, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്, അതുപോലെ തന്നെ അതായത് അപ്ലയൻസ് റിപ്പയർ ടെക്നീഷ്യന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഭയങ്കരമായ ഒരു ഡിമാൻഡാണ് ഈ രാജ്യത്ത്. എനിക്ക് തോന്നുന്നു നേഴ്സുമാരെക്കാളൊക്കെ ഏതാണ്ട് പ്രതിവർഷം ഏറ്റവും അധികം ഉന്നതമായിട്ടുള്ള സാലറി വാങ്ങുന്ന ആൾക്കാരാണ് ഈ ട്രേഡ് കാറ്റഗറിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. രണ്ടാമത് ട്രാൻസ്പോർട്ടേഷന്റെ അതിൽ വരുന്ന സബ് കാറ്റഗറി എന്ന് പറയുന്നത് മെക്കാനിക്കൽസ് ആണ്. മെക്കാനിക്കൽസും ഡ്രൈവേഴ്സും അടങ്ങുന്നതായിട്ടുള്ള അതായത് സബ് കാറ്റഗറി ആളുകൾ. അപ്പം അങ്ങനെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ, മെക്കാനിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഇവിടെ വളരെയധികം ഡിമാൻഡ് ഏറുകയാണ്. മൂന്നാമത് മാനുഫാക്ചറിങ് മേഖലയാണ്. മാനുഫാക്ചറിങ് മേഖല എന്ന് പറയുമ്പോൾ അതായത് മെഷീൻ ഓപ്പറേറ്റർമാർ, അതുപോലെ തന്നെ വെൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. നാലാമത്തെന്ന് പറയുന്നത് കുക്സും ഷെഫും. നമുക്കറിയാം ഏറ്റവും അധികം ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ കുക്കും ഷെഫും. അതായത് ഷെഫുകൾ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഫുഡും ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു തനിമയിൽ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ഷെഫിനെ വേണം. അപ്പം എല്ലാ രാജ്യത്തെ പോലെ ഇവിടെയും ഷെഫുകൾക്ക് ഭയങ്കര അധികം ഡിമാൻഡാണ്. അപ്പം ഈ പറഞ്ഞ 4 കാറ്റഗറിയിലേക്ക് നമുക്കറിയാം നമ്മുടെ ആളുകൾ അതിലേക്കൊക്കെ പോകുന്നത് വളരെ കുറച്ചാണ്. എന്നാൽ ഇപ്പോൾ ധാരാളം മലയാളികൾ ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ അത് തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ മലയാളികളുടെ ഒക്കെ വീടുകളിൽ തന്നെ പോയി ചില സമയത്ത് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാരെ പ്ലംബിംഗ് ജോലിയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ആ ഒരു കൾച്ചർ ബേസിൽ അതൊക്കെ ഒരു വലിയ ഒരു നാണംകേട് പോലെ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചിൽ പോലെയൊക്കെ തോന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് ഇത് പോകാറില്ല. എന്നാൽ നമുക്ക് ഏറ്റവും അധികം പൈസയൊക്കെ സമ്പാദിക്കാൻ പറ്റിയ ഒരു മേഖലയായി മാറുകയാണ് ഈ പറഞ്ഞ ട്രേഡ് മേഖലകൾ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആളുകളിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 7 ലക്ഷത്തിലധികം ആളുകളാണ് റിട്ടയർമെന്റ് എടുക്കാൻ പോകുന്നത്. ഒരു വലിയ വൻ ഓപ്പർച്യൂണിറ്റിയാണ്. നേഴ്സുമാരെക്കാൾ, അക്കൗണ്ടന്റ്മാരെക്കാൾ, അതുപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റുമാരെക്കാൾ വേണ്ട ഏതെല്ലാം മറ്റു ഫീൽഡുകളുണ്ടോ അതിനേക്കാളൊക്കെ ഈവൻ നേഴ്സുമാർക്ക് പോലും ഇപ്പൊ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരിക്കുന്ന ഈ ഒരു കാലയളവിൽ
കാനഡയിൽ അടുത്ത ചില വർഷങ്ങൾ ഈ പറയുന്ന ട്രേഡ് മേഖലയിലുള്ള ആളുകൾക്കൊരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും, വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവര് ഈ കാനഡയിൽ വന്നാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കാനഡയിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഗവൺമെന്റിൽ തന്നെ നമുക്ക് അതിന് ഈക്വലൈസ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കേഷന്റെ വാല്യുവേഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഈക്വലൈസ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ രീതിയിലുള്ള കനേഡിയൻ ലൈസൻസിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു അഡീഷണൽ കോഴ്സ് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു അഡീഷണൽ കോഴ്സ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ട്രേഡിലേക്ക് നമുക്ക് ഇറങ്ങാവുന്നതും നമുക്കൊരു നല്ലൊരു അച്ചീവ്മെന്റ് നേടാൻ പറ്റും എന്നാണ് എൻ്റെ ആ ഒരു സുഹൃത്തും ആ ഒരു അങ്കിളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കാനായിട്ട് ഇടയായത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഐ ആം സൈനോട് റെക്സി ജോയ്. ബൈ.